വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ കണക്കുകൾ പ്രകാരം 70,000-ഓളം സൂയിസൈഡ് മരണങ്ങളാണ് ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ ഓരോ ആൾക്കാരും 20 തവണയെങ്കിലും ആവറേജ് ആയിട്ട് സൂയിസൈഡിന് അറ്റംപ്റ്റ് നടത്തുകയും സൂയിസൈഡിനെ പറ്റി ചിന്തിക്കുകയും ചെയ്യുന്നുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. വർക്കിംഗ് അഡൽട്ട്സിൽ മാത്രമല്ല, അതേപോലെ തന്നെ കുട്ടികളിലും അതേപോലെ പുരുഷന്മാരിലും ഒക്കെയുള്ള സൂയിസൈഡൽ റേറ്റ്സ് ദിനംപ്രതി കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. WHO പറഞ്ഞതിൽ ലോൺലിനെസ് ഇസ് എ ന്യൂ പാൻഡമിക് എന്ന് പറയുന്ന പോലെ ലോൺലിനെസ്സും അതുപോലെയുള്ള കുറേ കാര്യങ്ങൾ ഈ സൂയിസൈഡിന് വലിയൊരു കാരണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് സൂയിസൈഡ് പ്രിവെൻഷനിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 5 കാര്യങ്ങളാണ്. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് അവെയർ ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. എങ്ങനെയാണ് നമ്മൾ അവെയർ ആയിട്ടിരിക്കുക? പലപ്പോഴും ആൾക്കാരുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്, മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസിനും അതേപോലെയുള്ള ആൾക്കാർക്ക് മാത്രമേ സൂയിസൈഡ് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളത്. ഓരോ ആൾക്കാരും ഈക്വലി റെസ്പോൺസിബിൾ ആണ് സൂയിസൈഡ് പ്രിവെൻഷൻ്റെ കേസിൽ. മെൻ്റൽ ഹെൽത്തിനെ പറ്റിയിട്ടും സൂയിസൈഡൽ ഐഡിയേഷനെ പറ്റിയിട്ടും ആൾക്കാർ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആവണമെന്നില്ല. അത്രയും ഒരാളുടെ അടുത്ത് നമുക്ക് ക്ലോസ്ലി പെരുമാറാനും അവരെ കൂടുതൽ നമ്മൾ മനസ്സിലാക്കാനും കേൾക്കാനും അവർക്ക് ആ ഒരു കംഫർട്ട് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനും പറ്റിയെങ്കിൽ മാത്രമേ ഒരാൾ നമ്മളുടെ അടുത്ത് ഇങ്ങനെയുള്ള ഐഡിയേഷൻസിനെ പറ്റിയിട്ടൊക്കെ ഓപ്പൺ ആവാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ ചുറ്റുമുള്ള കാര്യത്തിനെ പറ്റിയിട്ട് കോൺഷ്യസ്ലി അവെയർ ആയിട്ടിരിക്കുക. നിങ്ങളൊരു വർക്ക് പ്ലേസിലാണെങ്കിൽ, വീട്ടിലാണെങ്കിൽ, സുഹൃത്തുക്കൾക്കിടയിലാണെങ്കിൽ, പാർട്ട്നേഴ്സ് തമ്മിലാണെങ്കിൽ ആ ഒരു കോൺഷ്യസ് അവെയർനെസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തെന്ന് പറയുന്നത് പേയിങ് അറ്റൻഷൻ ആണ്. സൂയിസൈഡ് പ്രിവെൻഷന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആണ് ഇത്തരം ഐഡിയേഷൻസ് ഉള്ള ആൾക്കാർ കാണിക്കുന്ന വാർണിംഗ് സൈൻസ് തിരിച്ചറിയുക എന്നുള്ളത്. അതായത് പതിവിലും വിപരീതമായിട്ട് മൂഡ് ഭയങ്കര ഡൗൺ ആയിട്ട് കാണിക്കുന്ന ആൾക്കാർ, ഭയങ്കര അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ചില ക്യാരക്ടേഴ്സ്, ചില ബിഹേവിയേഴ്സ് കാണിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ ഭയങ്കരമായിട്ട് ഓവർ ആക്റ്റീവായിട്ട് കാണുന്ന ആൾക്കാർ, പിന്നെ അതേപോലെ തന്നെ മരണത്തിനെ പറ്റിയിട്ടും മരിച്ചാൽ മതിയായിരുന്നു എന്നുള്ളത് ഹോപ്പ്ലെസ്നെസ് ഒക്കെ ആയിട്ട് അതിനെപ്പറ്റി കൂടുതൽ സമയം സംസാരിക്കുന്ന ആൾക്കാർ, എന്തെങ്കിലും ഈ എങ്ങനെ മരിക്കാം അങ്ങനെയുള്ള സെർച്ച് ഹിസ്റ്ററി നിങ്ങളിൽ കാണുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ളതൊക്കെ നമ്മൾ അതിനൊക്കെ മനസ്സിലാക്കാനും അതിനൊക്കെ ആ ഒരു പ്രിവെൻറ്റീവ് അറ്റൻഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടും നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഇത്തരം സയൻസ് കാണിക്കുന്ന ആൾക്കാർ മാത്രമല്ല സൂയിസൈഡ് ചെയ്യുന്നത്, സയൻസ് കാണിക്കാത്ത ആൾക്കാരും സൂയിസൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതായിട്ടുണ്ട്. മൂന്നാമത്തെ സൂയിസൈഡ് പ്രിവെൻഷനിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് റീച്ച് ഔട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ ചോദിക്കേണ്ടത് ആർ യു ഓക്കെ എന്നുള്ളൊരു സംഭവമാണ്. നമുക്ക് ആരെങ്കിലും മേലിൽ കുറച്ച് കൺസേൺസ് വരുന്നുണ്ടെങ്കിൽ, അത് കോവർക്കർ ആയിക്കോട്ടെ, പാർട്ട്ണർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ആരെങ്കിലോട് നമുക്ക് ഒരു എക്സ്ട്രാ കൺസേൺ ഉണ്ടെങ്കിൽ അവരോട് ചോദിക്കാം, ഓക്കെ ആണോ, എല്ലാം ഓക്കെ ആണോ, എന്തെങ്കിലും ഹെൽപ്പ് എൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ടതായിട്ടുണ്ടോ എന്നുള്ളത്. ഇപ്പം നമ്മളോട് തുറന്ന് പറയാൻ മടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, നമ്മൾ അങ്ങനെയുള്ള കോവർക്കേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് HR ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ എംപ്ലോയി എൻഗേജ്മെൻറ്റ് പ്രോഗ്രാംസ് ഒക്കെ ഉള്ള ഒരു കമ്പനിയൊക്കെ ആണെങ്കിൽ നമുക്ക് അതുപോലെ ചെയ്യാം. ഇപ്പോൾ സ്കൂളിലൊക്കെ ആണെങ്കിൽ സ്കൂൾ കൗൺസിലേഴ്സ്, അതേപോലെ പാർട്ട്നേഴ്സ് ആണെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു തെറപ്പിസ്റ്റ്, ഇങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, അവരെ കണക്ഷൻസുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാം. നാലാമത്തെ പോയിന്റാണ് ടേക്ക് ആക്ഷൻ എന്നുള്ളത്. അതായത് സൂയിസൈഡൽ ടെൻഡൻസി കാണുമ്പോൾ പലപ്പോഴും ആൾക്കാർ അയ്യോ ഇവൻ്റെ അടുത്ത് നിൽക്കുന്നത് ഇല്ലെങ്കിൽ ഇവളുടെ അടുത്ത് നിൽക്കുന്നത് ഡേഞ്ചർ ആണ് എന്നുള്ള രീതിയിൽ പലപ്പോഴും ഓടിപ്പോവാനാണ് ശ്രമിക്കുക. വളരെ ചുരുക്കം ആൾക്കാരാണ് അവരുടെ ഒന്നിച്ച് നിന്ന് അവരുടെ ഹെൽപ്പിലേക്ക് എത്തുന്നത് വരെ ഒരു സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ മാക്സിമം അവരായിട്ട് ഒന്നിച്ച് നിൽക്കാനും അവരെ കണക്ട് ചെയ്യാനും ഒരു ഹെൽപ്പ് അവർക്ക് വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് കിട്ടുന്നത് വരെ, അതിനനുസരിച്ചുള്ള ചേഞ്ച് അവർക്ക് ഉണ്ടാകുന്നത് വരെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ഇവാലുവേഷൻ, കണ്ടിന്യൂസ് ആയിട്ട് അവർക്കൊരു ഫീഡ്ബാക്ക് അല്ലെങ്കിൽ അവരായിട്ട് കണക്ഷൻ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അഞ്ചാമത്തേതെന്ന് പറയുന്നത് ലേൺ മോർ. നമ്മളുടെ കുടുംബത്തിൽ ആരും സൂയിസൈഡ് ചെയ്തിട്ടില്ല, നമ്മളുടെ അടുത്തുള്ള ആരും സൂയിസൈഡ് ചെയ്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഇതിനെപ്പറ്റി പഠിക്കുകയും മനസ്സിലാക്കുകയും ആവശ്യമില്ല എന്ന് നമ്മൾ വിചാരിക്കരുത്. ആർക്കും ഏത് രീതിയിലും ഏത് സമയത്തും ഈവൻ നമുക്ക് പോലും ഇതുപോലുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകാൻ അവസ്ഥകൾ ഉണ്ടായേക്കാം. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് കൂടുതൽ മനസ്സിലാവുകയും കൂടുതൽ ഇതിനെ പറ്റിയിട്ട് അറിയുകയും എന്ന് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ്. പലപ്പോഴും ആൾക്കാർ സൂയിസൈഡൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ നോർമൽ ക്ലിനിക്കുകളിലേക്ക്, അതേപോലെ തന്നെ സൈക്കോളജി ഹെൽപ്പ് കൊടുക്കുന്ന ഓർഗനൈസേഷൻസിലേക്ക് കോൺടാക്ട് ചെയ്യാനാണ് ശ്രമിക്കാറ്. അപ്പോൾ പലപ്പോഴും ഇതൊന്നൊരു എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളല്ല. അപ്പോൾ എമർജൻസി സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളുടെ ഒരു കോൾ ലിസ്റ്റുകൾ, ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആൾക്കാരുടെ ഇൻഫോർമേഷൻസ്, ഹെൽപ്പ് ലൈനുകൾ, ഹോട്ട് നമ്പേഴ്സുകളൊക്കെ നമ്മൾ സേവ് ചെയ്ത് വെക്കേണ്ടതും, അതുപോലെയുള്ള ഒരു സപ്പോർട്ട് സിസ്റ്റം, നമുക്കൊരു കണക്ഷൻ സിസ്റ്റം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്.